ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർ പരിഭ്രാന്തരാണ് എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള വഴികൾ അവർ വെട്ടിത്തെളിച്ചു വെച്ചിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർലമെൻറ്റിലൊക്കെയുള്ള സ്ത്രീ സംവരണം അടക്കമുള്ളതായിരുന്നു അവരുടെ അജണ്ടയെങ്കിലും അത് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നേരത്തെയുള്ള കാര്യങ്ങൾ ബി.ജെ.പി ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഉപയോഗിച്ചത്. മൂന്നാം ഘട്ടത്തിൽ അത് പൂർണ്ണമായും തീവ്രമായി ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം എന്ന് നരേന്ദ്രമോദി തൻ്റെ കത്തിലൂടെ പറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അജണ്ടയ്ക്കൊപ്പം യഥാർത്ഥത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ പോലും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുകയാണ്. ഇപ്പോൾ 2 മണ്ഡലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് സൂറത്തും 2 ഇൻഡോറും. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെയും മറ്റ് സ്വതന്ത്ര മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയും പിൻവലിക്കാൻ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വിജയകരമായി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.